കാലങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വ്ലോഗ് തുടങ്ങുന്നു അല്ലേ? വേറെ ഒന്നല്ല, ഞങ്ങൾ മാച്ചിങ് ആയിട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അത് പ്രമാണിച്ച് രാവിലെ ഒത്തുകൂടിയിരിക്കുകയാണ്. 16 വർഷമായി. അപ്പോൾ ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് അമ്പലത്തിൽ പോയി വന്നതാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി ഇനി മിത്തുവിൻ്റെ സ്കൂളിൽ പോകണം. ഇന്ന് PTM ആണ്, PTA മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് പോകണം. പിന്നെ നമ്മുടെ വീടിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകണം. പിന്നെ അതുകൊണ്ട് എന്തായി ആനിവേഴ്സറി സ്പെഷ്യൽ ഈവനിങ്ങിലേക്ക് മാറ്റി. ഈവനിങ്ങിൽ സ്വപ്ന ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കണ്ടേ? 16 വർഷം സൈറ്റില് വീക്കെൻഡ് ആണ് കേട്ടോ അന്ന്. അപ്പൊ ഞങ്ങൾ ഒരേപോലെ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ല കൊന്നയാണെങ്കിൽ ഇപ്പൊ വിഷു കഴിഞ്ഞപ്പോ എല്ലാം താഴെ പൂത്തിക്കുന്നത്. മറ്റേത് പൊട്ടിക്കാൻ കുറെ ബുദ്ധിമുട്ട്, ഇപ്പൊ നിറയെ താഴെ അല്ലേ? അപ്പൊ നിറയെ ഉണ്ട്. അപ്പൊ 2 ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ എന്ത് പറയണ, എന്താണ് 16 വർഷത്തെ എക്സ്പീരിയൻസ്? 16 വർഷം പോയതറിഞ്ഞു. അതെ, 16 വർഷം പോയത് ചടപടയിന്ന് പോയിട്ടോ. ഒരു ഇത്ര എങ്ങനെയായിരുന്നു. അപ്പോൾ അടുത്ത കുറെ വർഷങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോട്ടെ, കുഴപ്പമില്ലാതെ. ഇനി ഒരു 50 വർഷം കൂടെ പോട്ടെ. 50 മതിയാ? അല്ല, ഇനി 50 എന്നെങ്കിലും വേണം. അപ്പൊ ഒരു 66 ഞാൻ വെറുതെ ഞാൻ വിടില്ലാന്ന് പറഞ്ഞാലേടാ, അത്ര പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഒരിക്കലും ആരും ഏപ്രിൽ മെയിൽ കല്യാണം കഴിക്കരുത്. നമ്മൾ എന്താ വിചാരിക്കാറ്, കല്യാണം കഴിക്കുന്ന സമയത്ത് വിചാരിക്കും ആ സമയത്ത് മുഹൂർത്തം, ആ സമയത്ത് ഒരു വർഷമില്ല കല്യാണം കഴിക്കുമ്പോൾ വിചാരിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്യും, വെക്കേഷനും ഇതൊക്കെ ആയ കാരണം. പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി എന്നുള്ള ഒരു സംഭവമില്ലേ, എല്ലാ വർഷവും വരുന്നതാണ്. ഈ ചൂടത്ത് എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനോ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാനോ ഇതൊരു റോങ് ടൈമാണ് ആക്ച്വലി. ഒരു ആനിവേഴ്സറി ആഘോഷിക്കും, ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആഘോഷിക്കണ്ടേ. അതൊന്നും ആലോചിച്ചില്ല. അന്ന് വിചാരിച്ചു കല്യാണം ഒറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. പക്ഷേ ഈ ആനിവേഴ്സറി ആഘോഷിക്കുക എന്നുള്ളതില്ലേ, എങ്ങടെങ്കിലും ട്രിപ്പ് ഞങ്ങളിപ്പോൾ ഇന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. യൂറോപ്പിലും പോകേണ്ടി വരും. എല്ലാ കൊല്ലം യൂറോപ്പിൽ പോകാതെ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് എല്ലാ കൊല്ലം യൂറോപ്പിലുള്ളവർക്കൊക്കെ ഓക്കെയാണ്. അതെ, ഇന്ത്യയിലൊക്കെ നല്ല ചൂടാണ്. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു അങ്ങനെയൊക്കെ ശരിക്കും ഡിസംബറിലൊക്കെയാണ് ശരിക്കും എല്ലാ കല്യാണങ്ങളും വെക്കാൻ നല്ലത്, ഡിസംബർ ജനുവരി. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ വർഷവും ആനിവേഴ്സറി ഇല്ലേ അടിപൊളിയാവും. ആ ടൈമിങ് നമ്മുടെ ക്ലൈമറ്റ് അടിപൊളിയാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഇതൊക്കെയാണ് പ്രത്യേകത. വേറെ പ്രത്യേകത വൈകുന്നേരം വരെ നമ്മൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ രാത്രി ഒന്നും നമ്മുടെ ഒരു ഫ്രീ ടൈം എന്നുള്ള ഒരു സ്പെഷ്യൽ സംഭവം കൊടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പെഷ്യൽ ഞാനൊരു തരത്തിൽ കൂടെ മെലിയ എന്നെ സമ്മതിക്കരുത്, എന്നെ നശിപ്പികളൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം അല്ലേ. അപ്പോൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ് ചെയ്ത് എല്ലാവർക്കും പറയണം. എല്ലാവർക്കും താങ്ക്സ്. ഒരു കാക്ക അവിടെ ഇരുന്ന് കാ പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ നമ്മൾ PTMനും ഒന്ന് പോയി. അപ്പോൾ ഇന്ന് വെള്ളപ്പം ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളപ്പത്തിന് ഇന്നലെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് അരച്ചത്. സാധാരണ നമ്മളങ്ങനെ അമ്മ ചെയ്യുന്ന പോലെ റവ കുറുക്കിയിട്ടാണ് അരയ്ക്കാറ്. പക്ഷെ എന്തായാലും സംഭവം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇഷ്ടു, അതായത് സ്റ്റ്യൂ, വെജിറ്റബിൾ സ്റ്റ്യൂ. അതിൽ സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെജിറ്റബിൾസ് ക്യാരറ്റും ഒന്നും ഉണ്ടായിരുന്നില്ലേ നോക്കിയപ്പോൾ ഞാൻ വെറും പൊട്ടാറ്റോ വെച്ച് ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി അല്ലേ എന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മളിതാ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ വർക്കും നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു കുറച്ച് സാധനങ്ങൾ, വാഷ് ബേസിൻ അങ്ങനത്തെ സാധനങ്ങൾ, നമ്മുടെ കിച്ചണിലുള്ള ബേസിനും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഷോപ്സിൽ അലയാണ്ടായിരുന്നു കേട്ടോ. ചൂട് എന്ന് പറഞ്ഞല്ലോ, നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഒരു 11 മണി 12 മണി നേരത്തേക്ക് ഇത് നോക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം. പക്ഷേ എന്നാലും നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ഭയങ്കര ഭംഗി. അതായത് നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുവിധം എല്ലാതും നമ്മുടെ ബിൽഡർ തന്നെ വെച്ച് തന്നിട്ടുണ്ട്. എന്നാലും 1-2 സാധനം നമുക്ക് വാങ്ങാമല്ലോ. അപ്പോൾ നമ്മൾ വീടായിട്ടൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ വാങ്ങണമല്ലോ അല്ലേ, ഷവറും എല്ലാ സാധനവും വാങ്ങണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സാധനങ്ങൾ. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി ഉള്ള സാധനം പിന്നെ വേറെ മാറ്റുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. സംഭവം എന്തായാലും കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ബാത്ത് ടബൊക്കെ നോക്കി എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഒരു നട്ടുച്ചയോടുകൂടി നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ PTMും അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ള നട്ടുച്ചയ്ക്ക് കുളിച്ച് ഫ്രഷായി രണ്ടാമതും വന്നിരിക്കുകയാണ് അല്ലേ. ഒരു ദിവസം 3 നേരം വെച്ച് പുറത്തിറങ്ങിയ നല്ല അത് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ നോക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മാർക്കറ്റ് അല്ലേ. തണലും തോന്നില്ല, സൺസ്ക്രീൻ ഒക്കെ തേച്ച് ഇതാക്കിയിട്ട് ഒരു കാര്യമില്ല. മുഖമൊക്കെ ശരിക്കും ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടൊക്കെ.
വയ്യാതെ ഇനി ഈവനിങ്ങിൽ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ബസ്സിലായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. ശരിക്കും നമ്മളിങ്ങനെ പിഴിഞ്ഞാൽ അങ്ങനെ വെള്ളം വരില്ലേ, അത്ര ചൂടാ. വീട്ടിൻ്റെ ഉള്ളിൽ AC ഇട്ടിരിക്കുക, വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും വല്ല AC ഉള്ള ഷോപ്പിംഗ് മോളിൽ പോവുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ അല്ലേ. വേറെ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. കാരണം ഈ അലങ്ങി നടക്കുക എന്നുള്ളത് പറ്റാത്തൊരു പരിപാടി. അപ്പം നമ്മളിന്ന് രാത്രി എവിടേക്കെങ്കിലും അല്ലേ പോവാനുള്ള രാത്രി പോകണില്ലേ? രാത്രി സ്വപ്നം ട്രീറ്റ് വേണ്ടേ? ഇന്റീരിയറിന്റെ തന്നെ നോക്കിയിരിക്കാണ്. ഇന്റീരിയർ ചെയ്ത് കുളിപ്പിച്ച് കുട്ടിയില്ലാതെ പോകുന്നതാണ് അവസാനം കൊളാ പോകുന്നത്. അപ്പൊ എന്ത് പറയണു? അപ്പൊ എന്താ മറ്റേ പൂരത്തിന് നോട്ടീസ് അടിക്കുന്ന പോലെ കൊല്ലം തോറും നടത്തി വരാറുള്ള വിവാഹ വാർഷിക ചടങ്ങ് പ്രമാണിച്ച് ഗിഫ്റ്റുകളൊക്കെ ഒരു 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 ഘട്ടം കഴിഞ്ഞ പക്ഷെ കൊടുക്കാനുണ്ട്. ഗിഫ്റ്റുകളൊക്കെ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ സർപ്രൈസും ഗിഫ്റ്റ് ആണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. ഭയങ്കര വലിയ ഗിഫ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഒരു സന്തോഷം അല്ലേ. കാരണം നമുക്ക് എന്നും ഓരോന്ന് കിട്ടും, നമുക്ക് ആവശ്യമുള്ളൊക്കെ അപ്പൊ തന്നെ വാങ്ങാം. പക്ഷെ എന്നാലും ആ ദിവസം കിട്ടുമ്പോ ഒരു ചെറിയ സന്തോഷം. ഇങ്ങനെ കണ്ണടച്ച് തുറന്ന പോലെ 16 years പോയി. കല്യാണം മീൻസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്ന മാറ്റം. 16 വർഷം മുന്നേ പറഞ്ഞ പോലെ രംഷേറിനെ എന്നെ പറ്റി പ്രത്യേകിച്ച് അറിയില്ല. കാരണം നമ്മൾ ആകെ 3 മാസമായിട്ട് എൻഗേജ്മെന്റ് അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു. പിന്നെ ഫോൺ വിളിച്ചാലും എത്ര പേര് 3 മാസത്തിനുള്ള ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഈ 16 years എനിക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ രംഷേറിന് വന്ന മാറ്റം എന്നെ ഞാൻ കാരണം ഇന്നും പറയും വല്ല നല്ലത് വന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് മാറി. എന്റെ മാറ്റി ഞാൻ പറഞ്ഞോളാം. എന്നെ പറ്റി നന്നായിട്ട് അറിയാം. എന്താണ് കല്യാണത്തിലൂടെ വന്ന മാറ്റം, നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്ന മാറ്റം? റിലേഷൻഷിപ്പിൽ വന്നിട്ട് കുറെ കൂടി മെച്ചോർഡായി. പിന്നെ പരസ്പരം നന്നായി മനസ്സിലാക്കി. മനസ്സിലാക്കാൻ ബാക്കിയില്ല, എല്ലാം മനസ്സിലാക്കി. പിന്നെ എന്താ പറയാ, അപ്പൊ ഈ നന്നായിട്ട് മനസ്സിലാക്കും തോറും നമ്മുടെ അതാണ്. ഇപ്പൊ എന്താ വെച്ചാ എല്ലാം നമ്മള് അഡിക്റ്റായി. അങ്ങനെയാണ് നമ്മള് ഒരു സംഭവത്തിനോട് നമ്മൾ കുറെ കാലം അപ്പൊ സിഗരറ്റും ഡ്രിങ്ക്സ് ഒക്കെ പറയില്ലേ ആൾക്കാർ അഡിക്റ്റ് ആവുന്നുള്ള പോലെ. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നയോട് അഡിക്റ്റായി. അത് ഈ 16 വർഷം വന്ന ഒരു മാറ്റാണത്. കാരണം സ്വപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്വപ്പ് ഇപ്പൊ വെക്കേഷന് പോവാണ്, 15 ദിവസം 10 ദിവസം ഇല്ലാണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷമാണ്. അതൊക്കെ ശരിക്കും ഈ നമ്മൾ ഒരാളോട് അങ്ങനെയാണല്ലോ, നമ്മളൊരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പാർട്ട്ണറോട് അഡിക്റ്റ് ആയി മാറും. എന്തും നമ്മൾ അങ്ങനെ ഒരു അഡിക്റ്റ് ആയി മാറി. പിന്നെ നമ്മുടെ 16 years നമ്മൾ വേറെ നിന്നിട്ടില്ലേ. ഞാൻ ആ BEd പഠിക്കുന്ന ഒരു കൊല്ലം മാത്രമേ ഞാൻ വേറെ ഒരു കൊല്ലം നാട്ടിൽ നിന്നിട്ടുള്ളൂ. ബാക്കി 15 years നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു. നാട്ടിൽ പോവാണെങ്കിലും 2 weeks പോവാ അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. നമ്മളങ്ങനെ വിട്ടു നിന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു രണ്ടുപേരും ഭയങ്കര അഡിക്റ്റ് ആണ്. അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് സ്വപ്പ് വന്ന കാരണം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്, സ്വപ്ന എന്നുള്ള പേര് പോലെ തന്നെ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് സ്വപ്ന. അല്ല അത് സത്യമാണ്. കാരണം കല്യാണം കഴിയുന്ന സമയത്തുള്ള വ്യക്തി അല്ല ഞാനിപ്പോ ഉള്ളത്. ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വപ്നം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ചിലപ്പോ ഒരു ഭൗതിക ജീവിതത്തിൽ എന്നെ താല്പര്യമില്ലാത്ത ഒരു സംഭവമൊക്കെ പണ്ടൊക്കെ സ്വപ്നമാണ് എനിക്ക്. ലൈഫ് എൻജോയ് റോക്ക് ലെറ്റ്സ് റോക്ക് സ്വപ്പിട്ട് വന്നൊരു കൊടുങ്കാറ്റ് പോലെ ആയിരുന്നു. ലെറ്റ്സ് റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നിവിൻ പോളിയുടെ അഗ്രസീവ്നെസ് പോലെ എന്താടാ നീ ചെയ്യുന്നത്, ഇങ്ങനെ ഉറക്കുന്നു, നീ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ലടാ ലെറ്റ്സ് റോക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് വന്ന അടിച്ച കാറ്റാണിത്. അങ്ങനെ ഞാനൊന്ന് ഉണർന്ന് എന്താ പറയാ. അപ്പൊ സംഭവം ശരിയാണ്, ഒരു ലൈഫേ ഉള്ളൂ, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും വലിയ മാറ്റം എന്റെ അച്ഛനമ്മയും പറഞ്ഞ പോലെ ഞാൻ നന്നായി സംസാരിക്കാൻ തുടങ്ങി. ക്യാമറയുടെ മുന്നിൽ, ആളുകളുടെ മുന്നിൽ ഇപ്പോഴും സംസാരിക്കില്ല, അറ്റ്ലീസ്റ്റ് ക്യാമറയുടെ മുന്നിലെങ്കിലും ആളുകളുടെ മുന്നിൽ ഇപ്പോഴും എന്നെ തള്ളിവിടും. അത് എന്റെ ക്യാരക്ടറാണ്, അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റാം, പക്ഷെ സ്വന്തമായിട്ടുള്ള ക്യാരക്ടർ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സംസാരിക്കണ പോലെ അത് എന്നാലും കുറെയൊക്കെ മാറിയില്ലേ. പിന്നെ എന്താ വെച്ചാല് മെയിൻ നല്ല പണിയെടുക്കാൻ പഠിച്ചു. വേർപ്പിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് തീർന്നു കിട്ടി. ഭയങ്കര സാധനമാണ്.
ഈ 16 വർഷം എന്നെ നിലം തൊടിയിക്കാതെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ഇക്വാലിറ്റി ഒക്കെ ഭയങ്കരമായി ഘോരം ഞങ്ങൾ പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എപ്പോഴും തല്ലുകൂട അതിന്റെ പേരിലാണ്. മീൻസ് തല്ലുകൂടല്ല, ഡിബേറ്റ്. പ്രസംഗിക്കുമ്പോൾ എന്നോട് പറയും, നീ ഈക്വാലിറ്റി പറയുമ്പോ എല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാനും കൂടെ പഠിക്കുക പറയും. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ. അപ്പൊ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ പറഞ്ഞ പോലെ ഒരു ജോലി അല്ലെ, കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എല്ലാവരും ഫിനാൻഷ്യൽ. അതാണ് സ്വപ്നയോട് ഞാൻ പറഞ്ഞ ഒരു ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു 16 വർഷം സംഭവം. അതിന്റെ ഇടയിൽ ഒരു മിത്ത് കുട്ടിയും കൂടെ വന്നപ്പോ സംഭവം കളറായി അല്ലെ. ആ മിത്തും കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. പുതിയ ജനറേഷൻ എങ്ങനെയാണെന്ന് കിളി പോയിരിക്കുകയാണ് ഞങ്ങള്. ഓരോ വർഷം ഏറ്റവും ടഫ്. അതാണ് ഒരു 16 years ഓഫ് ജേർണി. അങ്ങനെ ഉച്ചയ്ക്ക് നന്നായി കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ഞങ്ങൾ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർട്ട്യാർഡ് ബൈ മാരിയറ്റിലാണ് കേട്ടോ നമ്മൾ പോണത്. നവി മുംബൈയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അധികം ആയിട്ടില്ല, തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. മറ്റേത് നമുക്ക് ഒരുപാട് ദൂരം അന്തേരി, ജുഹു ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകണം. ഈ നവി മുംബൈയിൽ ഇതുപോലത്തെ ഒരു 2-3 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി 8 മണിക്കാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 9 മണി ഒക്കെ ആവാറായിരുന്നു. നമ്മൾ ലേറ്റായി ഇറങ്ങാൻ, പിന്നെ ട്രാഫിക്കിലും ഇതിലൊക്കെ പെട്ടിട്ട് രാത്രി 9 മണിയായി. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിന്നർ ആദ്യം നമ്മൾ വിചാരിച്ചത് എവിടെയെങ്കിലും താമസിക്കാൻ പോവാം, ഏതെങ്കിലും റിസോർട്ടിൽ നിൽക്കാം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിത്തു കുട്ടിക്ക് മൺഡേ ടു ഫ്രൈഡേ എക്സാമാണ്. രമേശേട്ടന് നെക്സ്റ്റ് വീക്ക് ഫുള്ള് വർക്ക്ഷോപ്പും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ഒരു മനസ്സമാധാനം ആർക്കും ഇല്ലാതെ വെറുതെ നിൽക്കണ്ട. അതുമാത്രമല്ല നമ്മൾ വീട്ടിലും 3 പേര് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടത്ത് സ്ഥലങ്ങൾ കാണാനൊന്നും പോകാൻ പറ്റില്ല. മഹാരാഷ്ട്രയിൽ എവിടെയും അത്ര ചൂടാണ്. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിൽക്കുന്ന പോലെ പുറത്ത് പോയി നിൽക്കുക എന്നുള്ളതിൽ കാര്യമില്ല. പിന്നെ ഞാനും മിത്തുക്കുട്ടി ഞങ്ങൾ 2 പേരും വൻ ഫുഡികളാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സന്തോഷം എന്ത് കാണിച്ചു തന്നാലും, ഏതൊരു സ്ഥലം കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സന്തോഷം, ഫുഡിനേക്കാൾ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഇത് ബൊഫെ ആണ്, അതല്ലാതെ നമുക്ക് വേറെയും കഴിക്കാം. അപ്പം മിത്തു എപ്പോഴും ബൊഫെ പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ, ഏഷ്യൻ, കോണ്ടിനെൻ്റൽ, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ, എല്ലാ സംഭവങ്ങളും ഒക്കെ ഉള്ള ഒരു ബൊഫെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്തു. സൂപ്പും കാര്യങ്ങളും ബ്രെഡും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചാട്ട് കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ആ ഏരിയയ്ക്കൊന്നും ഞാൻ നോക്കിയില്ല. ബൊഫെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൊഫെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെ നല്ലോണം ഭക്ഷണം കഴിക്കില്ലെന്ന്. ഞാൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷേ എന്നാലും നമ്മുടെയൊക്കെ അപ്പറ്റൈറ്റിന് ഒരു പരിധി ഉണ്ടല്ലോ. നമുക്ക് അത്രയൊന്നും നമുക്ക് എല്ലാ സാധനങ്ങളും ബൊഫയിൽ നിന്ന് എടുക്കാനോ കുറേയൊന്നും കഴിക്കാനോ പറ്റില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ ചാട്ട് കൗണ്ടേഴ്സൊന്നും നമ്മൾ തൊട്ടേ ഇല്ല. കാരണം അതൊക്കെ നമ്മൾ പാനിപ്പൂരി, സേവ്പൂരി എല്ലാ സംഭവങ്ങളും നമ്മളെ എപ്പോഴും താഴെ പോയി കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വയറ് നിറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ആ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവസാനം ഇതുവരെയും വന്നിട്ട് വെറുതെ പാനിപ്പൂരി കഴിച്ച് തിരിച്ച് വിട്ടു പോകേണ്ട അവസ്ഥയാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഏരിയയിലൊന്നും നോക്കിയില്ല. അതേപോലെ തന്നെ ഞാൻ വെജ് ഓപ്ഷൻസും നോക്കിയില്ല കേട്ടോ. കാരണം വെജും നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതും സാധനങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെജ് ഓപ്ഷൻസും നോക്കിയില്ല. ആദ്യം നമ്മൾ നോൺ വെജും സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. മിത്തുക്കുട്ടി ആദ്യം തന്നെ ഡെസേർട്ടൊക്കെ എടുത്ത് വെറുതെ പോയി നിൽക്കുന്നുണ്ട്. രമേശേട്ടൻ ആദ്യം കുറേ വീഡിയോ ഒക്കെ എടുത്തുന്നു. രമേശേട്ടൻ പിന്നെ ഇതിലൊന്നും വലിയൊരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ സ്റ്റാർട്ടറിൽ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഹമ്മൂസ് വിത്ത് പീറ്റ ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറേ സ്റ്റാർട്ടേഴ്സ് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ മെല്ലെ എടുക്കണം. ഇട്ടു ഡെസേർട്ട് വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ റിവ്യൂ പറയണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നവി മുംബൈയിലൊരു സ്റ്റാർ ഹോട്ടൽ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാരിയോട്ടിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. ഇത് DY പാട്ടീലിൻ്റെ സ്റ്റേഡിയം, ക്രിക്കറ്റൊക്കെ നടക്കാറില്ല, IPL ഒക്കെ നടക്കാറുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ അതിൻ്റെ നെറൂളിൽ, അപ്പോൾ അതിന് ഫേസ് ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് റൂമുണ്ട്, അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു അടിപൊളി ഇതാണ്. ഇവിടെ ബ്രഞ്ചും അടിപൊളിയാണ്. നമ്മൾ ഡിന്നറിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും പോകണം, വല്ല ബർത്ത്ഡേ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനാണ് അല്ലേ. അതുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്താ കേട്ടോ. അപ്പം ഞാൻ കുറേ നോൺ വെജ് സ്റ്റാർട്ടേഴ്സ്, മെയിനായിട്ട് ഫിഷും ഗ്രിൽഡ് ചിക്കനും, പിന്നെ എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ ഈ ഹമ്മൂസ് വിത്ത് പീറ്റ ബ്രെഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള, ഈ കുബൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ
ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിസ്സ, പാസ്ത, പിന്നെ നാൻ, റൊട്ടി, ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻസിനും ഉള്ളതുണ്ട്, കാരണം കുറേ വെജ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻസിനും ഒരുപാട് വെജിറ്റേറിയൻസ് ഉള്ള ഏരിയ ആണല്ലോ, അപ്പോൾ അവർക്കും സുഖമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ നോക്കാം. അവരുടെ ബ്രഞ്ച് എന്തായാലും വീക്കെൻഡ്സിൽ ട്രൈ നോക്കാം, കാരണം നല്ല റിവ്യൂ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നറും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എല്ലാം കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കി. അതല്ലാതെ നമ്മുടെ ബ്രെഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായി കഴിക്കായിരുന്നു. സ്റ്റാർട്ടേഴ്സിൽ ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഗ്രിൽഡ് ഉണ്ട്, ഗ്രിൽഡിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ വെജ് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. വെജിൽ ഞാൻ അധികം നോക്കിയില്ല കേട്ടോ, ചിക്കനും ഫിഷുമാണ് കൂടുതൽ എടുത്തത്. പിന്നെ ഇത് ബിരിയാണി, നല്ല ദം ബിരിയാണി ഉണ്ട്. പിന്നെ വെജിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് പനീർ, അത് നോൺ വെജിൽ പിന്നെ ചിക്കനും മട്ടനും അങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളൂ. വെജിൽ പനീർ, ബിണ്ടി, അത് ഇത്, ദാല്, സ്റ്റീം റൈസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് അങ്ങോട്ട് പോയേ ഇല്ല, വെജ് ഓപ്ഷൻ ഞാൻ തൊട്ടേ ഇല്ല. ഞാൻ നോൺ വെജിൽ ഗാർലിക് ലെമൺ ഫ്രൈഡ് റൈസും നൂഡിൽസും ദം ബിരിയാണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ബൂന്തി റൈത്ത, അയ്യോടാ പപ്പടം എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഫിഷാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. കൂടുതൽ ഇഷ്ടം എനിക്കതാണ്, അതുകൊണ്ട് അത് കൂടുതലെടുത്തു. ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ലെമണിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ലെമൺ ബട്ടർ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി പറഞ്ഞല്ലോ ഒരു 9 മണിയായി എത്താൻ. ഞങ്ങൾ രാത്രി ഒരു 11 മണി വരെയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും നല്ല തിരക്ക്. 11 മണി വരെ നമുക്ക് ടേബിൾ റിസർവ് ചെയ്യാം. ഞാൻ ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഡിന്നറാണെങ്കിൽ രാത്രി 11 മണിയുടെയും ഉണ്ട് കേട്ടോ, ടൈം സ്ലോട്ട് ഉണ്ട്. അങ്ങനെ ഓരോ ടൈം സ്ലോട്ടാണുള്ളത്. ബ്രഞ്ചിൻ്റെ എനിക്ക് അത്ര അറിയില്ല. അവരുടെ സൈറ്റ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാരിയോട്ടിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഡിസേർട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഐസ്ക്രീം മുതൽ കേക്ക് മുതൽ എന്തൊക്കെയാണ് എന്നുള്ളത് പറയണ്ടല്ലോ. നല്ല എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ ഇതിൽ സ്റ്റാർ ഹോട്ടൽസിൽ ഏറ്റവും ഇഷ്ടമായി തോന്നിയിട്ടുള്ളത് എപ്പോഴും ഡിസേർട്ട്സ് തന്നെയാണ്. കാരണം ഭയങ്കര ടേസ്റ്റായിരിക്കും അതിന്. മാംഗോൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ കോഫിയുടെ ഉണ്ടായിരുന്നു, ടിറാമിസും ഉണ്ടായിരുന്നു. കുറേയൊന്നും കഴിക്കാൻ പറ്റിയില്ല, വെറുതെ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നോക്കിയിരുന്നു എന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് കഴിക്കായിരുന്നു എന്ന് തോന്നും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് പറയണേ. അതായത് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ ഇന്നലത്തെ ഒന്നും കഴിച്ചില്ലല്ലോ, ശരിക്കും ആ ഡെസേർട്ടൊക്കെ ഒന്ന് കഴിക്കായിരുന്നു എന്നുള്ളത്. പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മല്ലി തന്നെ പ്രൊണൗൺസ് ചെയ്യുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ബ്രെഡ് പുഡിംഗ് ആണത്. അറബിക് ഡിസേർട്ടാണ്, മിഡിൽ ഈസ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ക്യാരറ്റ് ഹൽവ പിന്നെ പറയണ്ടല്ലോ, അത് ഇവിടെ ഉള്ളവരുടെ ആ കോയ മാവ അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള ക്യാരറ്റ് ഹൽവ. പിന്നെ രസ്മലായി, രസഗുള, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ. ഇതാണ് കുഞ്ഞ് രസ്മലായിസ്, അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറേ കോഫി ആൻഡ് ഇത് ഈ എടുക്കുന്നത് കോഫിയും അതുപോലെ ചോക്ലേറ്റ് ഇത് മിത്ത് കൊടുത്തത് കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളതാണ്. ഈ ഒരു കേക്കും പിന്നെ നല്ല ഒരു ടാർട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രംഷേട്ടനും എന്തൊക്കെ പറഞ്ഞാലും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അധികവും രംഷേട്ടൻ സ്വീറ്റ്സാണ് കഴിച്ചത്. മിത്തുക്കുട്ടി ഇവിടെ മാഷ്മെല്ലോ, എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം. എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഒരു പങ്ങി പോലത്തെ ഒരു സാധനം, എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പിന്നെ കുറേ ലഡു സാധനങ്ങളൊക്കെ, ഇതൊക്കെ പേട, പല ടൈപ്സ് ഓഫ് പേടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മാംഗോൻ്റെ കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡടി വർത്തമാനം എല്ലാം കൂടെ തുടർന്നും കൊണ്ടേ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ബ്രെഡ് പുഡിങ്ങും ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ഹോട്ട് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഹൽവയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീം, അത് കോൾഡ് ഐസ്ക്രീമും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മിത്തുക്കുട്ടി അതിൻ്റെ ഇടയിൽ എല്ലാ ഡെസേർട്ടും കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പിസ്സയും കൂടെ ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കഴിച്ച് നോക്കി. സംഭവം നല്ല കിടിലനായിരുന്നു. അപ്പം ഞങ്ങളെപ്പോലെയുള്ള, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നല്ല, എന്തൊരു ഇതുണ്ടെങ്കിലും നമുക്ക് എന്താണോ ഇഷ്ടം അതിൽ പോവാണ് അല്ലേ. ചിലർക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ബ്രാൻഡഡ് ആയിട്ടുള്ള അങ്ങനെ ഫോണോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊന്നും അങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടിയാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാത്ത ഒരാളാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ മെറ്റീരിയലിസ്റ്റിക് തിങ്സിൽ അങ്ങനെ വലിയ ഒരു കമ്പമില്ലാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ എനിക്കിത് ഇതുപോലത്തെ ഭയങ്കര ഇഷ്ടം. അത് യാത്രകൾ, അതേപോലെ തന്നെ ഫുഡ്. ഇത് മെയിൻ ഫുഡ്, യാത്ര പോവുകയാണെങ്കിലും സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ നമ്മുടെ ആവശ്യം, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമായിരിക്കും കൂടുതൽ രസം അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ എൻജോയ് ചെയ്തു. മിത്തുക്കുട്ടിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. മിത്തുക്കുട്ടി എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.